തിരുവനന്തപുരത്ത് പെരുമാതുറ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളും പോലീസും തമ്മിൽ സംഘർഷം. ഹാർബർ എഞ്ചിനീയർ ഓഫീസിലെ ജനാല അടിച്ചു തകർത്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ പെരുമാതുറ താഴമ്പള്ളി സ്വദേശി ഷാജി ആണ് ഈ ഓഫീസിലെ ജനാല തകർത്ത്. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി തുടങ്ങിയ അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. ജിബിൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്താണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണം? ദിവിഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി മുതലപ്പുഴയിൽ മണൽ കയറി പുഴി അടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാവുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് പിന്നാലെ ഈ കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ഡ്രഡ്ജർ പെരുമാതുറയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ ഡ്രഡ്ജർ എത്തിയപ്പോൾ 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരു ദിവസം ഇത് പ്രവർത്തിച്ചപ്പോൾ അതിൽ നിന്ന് വെറും വെള്ളം മാത്രമാണ് വന്നത്. മണൽ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. ഇടയ്ക്ക് ഈ പുഴി മുറിച്ച് ചെറിയ വള്ളങ്ങളൊക്കെ കടലിൽ പോകുമായിരുന്നു. പക്ഷേ ഈ ഡ്രഡ്ജിംഗ് പൂർണ്ണമായി നിലച്ചതോടെ വീണ്ടും ആ പുഴി പൂർണ്ണമായി അടങ്ങിയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇവർ ചർച്ചയ്ക്കായി എത്തിയപ്പോൾ ഹാർബർ എഞ്ചിനീയറിന്റെ ഓഫീസിൽ ഹാർബർ എഞ്ചിനീയർ പോലും എത്താത്ത ഒരവസ്ഥ വന്നു. തുടർന്ന് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ബീച്ച് റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഒരാൾ ഈ ഹാർബർ എഞ്ചിനീയറിന്റെ ഓഫീസിന്റെ അകത്തുള്ള ജനൽ തകർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇയാളെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിടെ നിന്ന് പോലീസ് ഹാർബർ എഞ്ചിനീയറിന്റെ ഓഫീസിൽ നിന്ന് വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇയാളെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തൊട്ട് പിന്നിൽ കാണുന്നത്, അതായത് ഈ ഹാർബർ എഞ്ചിനീയറിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷന് തൊട്ട് സമീപത്തായിട്ടാണുള്ളത്. അവിടെ നിന്നാണ് ഈ പ്രതിഷേധക്കാരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ മുതലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ അറസ്റ്റ് ചെയ്ത ആളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നിന്ന് ഉയർന്നിരുന്നു. ചേട്ടാ, ഇപ്പോൾ ഈ പ്രതിഷേധം ഇതിപ്പോൾ എന്തിനാണ് ഈ പ്രധാനമായി ഈ പ്രതിഷേധം നടക്കുന്നത്? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ പൊടിയാണല്ലോ ഇനി മൂടാൻ പൊടി വെട്ടിവിട്ട് പൊടി മൂടാൻ ആൾക്കാരെ വെറും മണ്ടന്മാരാക്കുന്നത്. ഈ ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് ഇതുവരെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, വെറും വെള്ളം മാത്രമാണ്, മണ്ണ് പോകുന്നില്ല, വെറും വെള്ളം മാത്രമാണ്. അത് കൊണ്ടുപോയി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്, വെറുതെ മനുഷ്യനെ കളിയാക്കാൻ വേണ്ടി കൊണ്ടിരിക്കുന്നത്, അല്ലാതെ അത് വെറും വെള്ളം മാത്രം, മണ്ണ് പോകുന്നില്ല. ദിവിഷ, അത് തന്നെയാണ് കാരണം. ഈ സർക്കാരുമായി ഇടപെട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇതുവരെയും ചന്ദ്രഗിരി ഡ്രഡ്ജർ കുറേ ദിവസമായി വന്നിട്ടല്ലോ. അപ്പൊ അത് ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വെള്ളം മാത്രമാണോ തള്ളിവിടുന്നത്? ദിവിഷ, അത് തന്നെയാണ് കാരണം. ഈ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർ പലതവണ നമുക്ക് അറിയാം, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ഇവരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത്.